السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله. صلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. മഹത്തായ സദസ്സിൽ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മദീന ജുമാ മസ്ജിദിന്റെ ചീഫ് ഇമാം അനസ് ബാഖവി ഉസ്താദ് അവറുകളെ, നിഷാദ് ഖാസിമി ഉസ്താദ് അവറുകളെ, നാസർ ഉസ്താദ് അവറുകളെ, എന്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ഉമ്മപെങ്ങന്മാരെ, മദീന ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രഭാഷണ പരമ്പരയുടെ സമാപന സദസ്സിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും ഖാലിഖായ തമ്പുരാൻ പരിപൂർണമായും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അല്ലാഹു സഫലമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്തമ വിഭാഗമായാണ് മനുഷ്യരെ അല്ലാഹു സൃഷ്ടിച്ചത്. അവർക്ക് വേണ്ടി സ്വർഗവും അതിലെ അവർണ്ണനീയമായ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുകയാണ്. പരിശുദ്ധമായ സ്വർഗത്തിലേക്കുള്ള വഴികൾ കാലാകാലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ ഗ്രന്ഥങ്ങളിലൂടെ മനുഷ്യരെ അറിയിച്ചു. കേവലം ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, മനുഷ്യർക്ക് സ്വജീവിതത്തിലൂടെ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് മാതൃകായോഗ്യമായ ജീവിതം കാഴ്ചവെക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയ മുർസലുകളെ നിയോഗിക്കുകയും ചെയ്തു. നമ്മുടെ നബി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ പറ്റി പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കാന ഖുലുഖുൽ ഖുർആൻ. നബി തങ്ങളുടെ സ്വഭാവം, ജീവിതം അത് ഖുർആനായിരുന്നു എന്ന്. പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനങ്ങൾ ജ്വലിച്ചു നിൽക്കുന്ന മാതൃകായോഗ്യമായ ജീവിതമായിരുന്നു ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. ഹബീബായ തങ്ങളുടെ ജീവിതം അത് നബി തങ്ങൾക്ക് മാത്രമല്ല, നബി തങ്ങളുടെ ഉമ്മത്തായ മുഴുവൻ ജനങ്ങൾക്കും അവരുടെ ജീവിതം പരിശുദ്ധമായ ദീനിലൂടെ ഖുർആൻ അനുസരിച്ച് ഹദീസ് അനുസരിച്ച് ആയിരിക്കണം എന്ന രീതിയിലാണ് ഹബീബായ തങ്ങൾ അവിടുന്ന് ആ ജീവിതം കാഴ്ചവെച്ചത്. പിൻകാലത്ത് വന്ന തലമുറകൾ, അവരിൽ ഒരുപാട് സൂഫിയാക്കൾ, സജ്ജനങ്ങൾ ഉണ്ടായി എന്നത് ചരിത്രം കാഴ്ചവെക്കുന്ന സത്യമാണ്. ചരിത്രം പരിശോധിച്ചാൽ ഇരുണ്ട യുഗം എന്ന പേരിൽ അറിയപ്പെട്ട 6-ാം നൂറ്റാണ്ടിലെ അറബികൾ എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും മോശത്തരങ്ങൾക്കും എല്ലാ മ്ലേച്ഛതകൾക്കും ഉദാഹരണമായി പറയപ്പെടുന്നവർ, ജീവിതത്തിൽ എല്ലാ വേണ്ടാത്തരങ്ങളും എല്ലാ മോശത്തരങ്ങളും ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും അതിനടിമപ്പെട്ട് ജീവിക്കുകയും എല്ലാ അഴിഞ്ഞാട്ടങ്ങളും കൂത്താട്ടങ്ങളും കൊണ്ട് ജീവിതം വളരെ മോശപ്പെട്ട രീതിയിൽ കൊണ്ടു നടക്കുകയും ചെയ്തിരുന്ന ഒരു വിഭാഗം. ജനിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ജീവനോടുകൂടെ കുഴിച്ചിട്ടിരുന്ന ക്രൂര മനസ്സുകൾ, അവരിലേക്കൊരു ദൂതൻ വന്നു, ഒരു പ്രബോധനം നടത്തി. ആ പ്രബോധനം വിശ്വസിച്ച് സ്വീകരിച്ചവർ പിന്നീട് ലോകത്ത് ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു എന്നതാണ് ഇസ്ലാമിക ചരിത്രം കാണിക്കുന്ന സത്യം. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
6-ാം നൂറ്റാണ്ടിലെ അറബികളിലേക്ക് വരികയാണ്. പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ദീൻ വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ആ സ്വഹാബത്ത് ലോകത്തെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തുകയുണ്ടായി. ഞാൻ പറഞ്ഞത് പരിശുദ്ധമായ ദീൻ അനുസരിച്ച്, ഖുർആൻ അനുസരിച്ച്, ഹദീസ് അനുസരിച്ച് ജീവിച്ചപ്പോ ഉന്നതമായ സ്ഥാനത്തെത്തുകയുണ്ടായി. അത് കേവലം നബിതങ്ങളോ നബിതങ്ങളുടെ കാലത്ത് വസിച്ചിരുന്നവർക്കോ മാത്രമല്ല, പിന്നീടുണ്ടായ തലമുറകൾ നാളിതുവരെ നിരവധി സ്വാലിഹീങ്ങളും സജ്ജനങ്ങളും പരിശുദ്ധമായ ദീനനുസരിച്ച് സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചു എന്നത് വളരെ വ്യക്തമായ സത്യമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ നാടും ഈ സമീപ പ്രദേശങ്ങളും നമ്മൾ നോക്കിയാൽ തന്നെ മതിയാകുന്നതാണ്. കൊന്താലപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ, വലിയജാരം അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ, നേനാര് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ, ചെറിയജാറും കുമ്പങ്കല് ചെറിയ ജാറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ, ജീവിതം പരിശുദ്ധമായ ദീനിൽ സൂക്ഷ്മതയോടുകൂടെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് വളരെ പരിശുദ്ധമായ രീതിയിൽ ജീവിച്ച മാതൃകായോഗ്യമായ ജീവിതം കാഴ്ചവെച്ച മഹത്തുക്കളാണ്. അള്ളാഹു അവരുടെ ഉഖ്റവിയായ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിമീങ്ങളായ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ദീൻ അനുസരിച്ച്, പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച്, പരിശുദ്ധമായ ഹദീസ് അനുസരിച്ച് ജീവിക്കൽ ഏറ്റവും വലിയ അനിവാര്യതകളിൽപ്പെട്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് വല്ല സംശയങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാകും. ഓരോ പ്രയാസങ്ങളാണ് ദുനിയാവിൽ. ഈ പ്രയാസങ്ങളൊക്കെ മാറിയിട്ട് നന്നാവാം, അല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ മാറിയിട്ട് ഇബാദത്തിന് ഒരുങ്ങാം എന്നൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും ഇല്ലാത്ത ദുനിയാവ് എന്നത് കേവലം സങ്കല്പം മാത്രമാണ്. കാരണം എന്താ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് സത്യവിശ്വാസിയുടെ ജയിലാണ്, തടവറയാണ്. ഒരു ജയിലിൽ കഴിയുന്ന ഒരാൾ, അയാളുടെ ആവശ്യങ്ങൾ, അയാളുടെ ആഗ്രഹങ്ങളൊക്കെ പരിപൂർണമായും സഫലമാക്കാൻ ആ ജയിലിൽ ഉള്ളിൽ കഴിയുന്നവർക്ക് സാധ്യമല്ല. എന്നതുപോലെ സത്യവിശ്വാസികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ദുനിയാവിൽ സാധ്യമല്ല. സർവ്വ സുഖങ്ങളോടുകൂടെ ജീവിത തുടക്കം മുതൽ ഒടുക്കം വരെ ജീവിക്കാൻ ഒരാൾക്കും സാധ്യമല്ലെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ ബലദിന്റെ ആദ്യ ആയത്തുകൾ, لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد. തുടർന്ന് അല്ലാഹു പറയുന്നു, لقد خلقنا الإنسان في كبد. നബിയെ, അങ്ങ് നിവാസിയായിരിക്കുന്ന മക്ക എന്ന നഗരം തന്നെയാണ് സത്യം. നബി തങ്ങളെ സത്യം ചെയ്ത് അല്ലാഹു പറയുന്നു, വവാലിദിൻ വമാ വലദ്. ആദം നബി തന്നെയാണ് സത്യം. വമാ വലദ്, സർവ്വ സന്തതികളെയും സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. നിശ്ചയമായും നാം മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്നവരായിട്ടാണ്, പ്രയാസങ്ങൾ നേരിടുന്നവരായിട്ടാണ്. പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അല്ലാഹു വ്യക്തമായി നമ്മോട് ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ട് പ്രയാസങ്ങൾ ജീവിതത്തിൽ സ്വാഭാവികമാണ്, ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ സ്വാഭാവികമാണ്. ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ പ്രയാസമാക്കാതിരിക്കാൻ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ ബാക്കിയുള്ളവരിലേക്ക്, ഇതിനേക്കാൾ കൂടുതൽ പ്രയാസമുള്ളവരിലേക്ക് നമ്മൾ നോക്കണം. നമ്മളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കണം എന്ന് പറയുമല്ലോ. ഏറ്റവും വലിയ ഉദാഹരണം ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ എത്തിനോട്ടം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ജനിച്ചത് തന്നെ യതീമായിട്ടാണ്. 6-ാം വയസ്സിൽ പ്രിയപ്പെട്ട മാതാവ് വഫാത്തായി. പിന്നീട് മക്കയിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. അക്രമങ്ങൾ, ബുദ്ധിമുട്ടിക്കലുകൾ, വല്ലാത്ത പീഡനങ്ങൾ സഹിക്കവയ്യാതെ നാടുവിട്ട് മദീനയിലേക്ക് പോയി. മദീനയിലും ദാരിദ്ര്യമായിരുന്നല്ലോ. ഹദീസിൽ കാണാം, 2 മാസക്കാലം വീട്ടിലെ അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ലെന്ന് മഹദിമാർ പറയുന്നതായിട്ട് ഹദീസിലുണ്ട്. 2 മാസം തുടർച്ചയായിട്ട് വീട്ടിലെ അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല. ഒരു ദിവസം നമ്മുടെ വീട്ടിൽ
ഈ പുകയാത്ത അടുപ്പുണ്ടോ മുഅ്മിനീങ്ങളെ? അറ്റ്ലീസ്റ്റ് നമ്മളൊരു കട്ടൻ ചായ ഉണ്ടാക്കാനെങ്കിലും അടുപ്പ് കത്തിക്കും. ഈ അതില്ലെങ്കിൽ അടുപ്പ് കത്തിക്കുന്നില്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ ടൂർ പോവാണ്, അതല്ലെങ്കിൽ കല്യാണ ഫംഗ്ഷനുകൾക്ക് പോവാണ്, അവിടെ നിന്ന് ഫുഡ് കഴിക്കാനാണ്. 2 മാസം തുടർച്ചയായിട്ട് അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല അത്ര. മാത്രമല്ല മദീനയിലെ പല യുദ്ധങ്ങൾ, ഖന്തഖ് യുദ്ധം, കിടങ്ങ് കുഴിക്കുന്ന സമയത്ത് വിശപ്പ് സഹിക്കാൻ വയ്യാതെ സ്വഹാബത്ത് വളരെയധികം പ്രയാസപ്പെട്ട് വിശപ്പിന്റെ കാഠിന്യം കുറയാൻ വയറ്റത്ത് കല്ല് വെച്ച് അതിന്റെ മേലെ ക്ലോത്ത് ഡ്രസ്സുകൾ ചുറ്റി വലിഞ്ഞു മുറുക്കി ടൈറ്റാക്കി കെട്ടി. എന്തിനാണ് അങ്ങനെ കെട്ടുന്നത്? വയറിങ്ങനെ അമർന്നിരിക്കുമ്പോ വിശപ്പ് ഒരല്പമെങ്കിലും വിശപ്പിന് ആശ്വാസമായി തോന്നും. അങ്ങനെ ഒന്ന് തോന്നാൻ വേണ്ടി അങ്ങനെ കല്ലുകൾ കെട്ടിയിട്ട് സ്വഹാബത്ത് അവിടെ പണിയെടുത്തു. പിന്നെയും സഹിക്കവയ്യാതെ വല്ലാത്ത വിശപ്പിന്റെ പ്രയാസം നേരിട്ടത് കൊണ്ട് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് പരാതിയുമായി ചെന്നപ്പോ ഹബീബായ തങ്ങൾ ശറഫാക്കപ്പെട്ട ശിരസ് അവിടുന്ന് കാണിക്കാൻ, ശരീരം കാണിച്ചു കൊടുക്കാൻ വയറ്റത്ത് 2 കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത് ഹബീബായ തങ്ങളും സ്വഹാബത്തും അനുഭവിച്ച പ്രയാസങ്ങളുടെ 100-1 പോലും നമ്മളൊന്നും അനുഭവിക്കുന്നില്ല എന്നതാണ്. ഈ ദുനിയാവിലുള്ള നമ്മുടെ പ്രയാസങ്ങളൊന്നും ഒരു പ്രയാസമല്ല. കാരണം എന്താ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മൻ അസ്ബഹ മുആഫൻ ഫീ ബദനിഹി ആമിനൻ ഫീ സിർബിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ ബിഹദാഫിരിഹാ. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരുത്തൻ നല്ല ആരോഗ്യവാനായിരിക്കുകയാണ്, ആമിനം ഫീ സിർബിഹി, അവന്റെ കുടുംബത്തിൽ അവൻക്ക് ആരെയും പേടിയില്ല, കുടുംബത്തിൽ നിൽക്കുന്ന സമയത്ത് അവൻ നിർഭയനാണ്, ആരെയും പേടിക്കേണ്ട അവസ്ഥയില്ല, ഒരു പ്രയാസത്തിലോ പ്രശ്നങ്ങളിലോ അവനില്ല. ഇൻദഹു ഖൂതു യൗമിഹി, അവൻക്ക് അന്ന് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ ബിഹദാഫിരിഹാ, ദുനിയാവ് മുഴുവനും സ്വായത്തമാക്കിയവനെ പോലെയാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് നാം ഇരിക്കുന്ന ഓരോരുത്തരും ഒന്ന് വിചിന്തനം നടത്തുക. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്യാവശ്യം ആഫിയത്തുണ്ട്. ഇവിടെ ഇരിക്കുന്ന പ്രയാസമുള്ള കാരണന്മാർ അള്ളാഹു ആഫിയത്തുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ആമിനം ഫീ സിർബിഹി, നമ്മുടെ കുടുംബത്തിൽ അതിൽ ആർക്കും താമസിക്കുന്ന സമയത്ത് വല്ല പ്രയാസമോ ബുദ്ധിമുട്ടോ പേടിയോ നിലവിൽ ആർക്കും അധികം ആളുകൾക്കും ഉണ്ടാവില്ല. ഇൻദഹു ഖൂതു യൗമിഹി, ദിവസം കഴിക്കാനുള്ള ഭക്ഷണം നമുക്കൊക്കെ അധികം ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ ഉള്ളവരാണ് നാം എന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാൻ. ആഫിയത്തിന്റെ വിഷയം പറയുമ്പോൾ നബി തങ്ങൾ പഠിപ്പിച്ചു, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, അധിക ജനങ്ങളും അശ്രദ്ധരായിരിക്കുന്ന 2 നിഅമത്തുകൾ, അനുഗ്രഹങ്ങളുണ്ടത്രേ. ഏതാണ് 2 അനുഗ്രഹങ്ങൾ? അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, ഒന്ന് അവന്റെ ഹെൽത്ത് ആണ്, അവന്റെ ആരോഗ്യമാണ്. വൽ ഫറാഗ്, അവന്റെ ഫ്രീ ടൈംസ് ആണ്, ഒഴിവ് സമയങ്ങളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, സമയം നോക്കാൻ വേണ്ടി ഒന്ന് ഫോൺ എടുത്തതാണ്, പിന്നെ എന്തുണ്ടായെന്ന് അവൻക്ക് തന്നെ അറിയില്ല. ഒരു വാട്സപ്പിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നു, വാട്സപ്പ് തുറന്നു, അതിൽ പിന്നെ ഇൻസ്റ്റഗ്രാമിന്റെ ഒരു ലിങ്ക് കണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ കയറി, പിന്നെ റീൽസോട് റീൽസ് ആണ്, അതിനുശേഷം ഫേസ്ബുക്ക്, പിന്നെ യൂട്യൂബ്, ട്വിറ്റർ, ഇങ്ങനെ അറിയാതെ ഒരു അൺകോൺഷ്യസ് മൂവ്മെന്റ് ആണ്. അവൻക്ക് തന്നെ അറിയുന്നില്ല. കുറെ കഴിഞ്ഞ് പിന്നെ ആലോചിക്കണോ, ഞാൻ ഇതിനാണല്ലോ ഫോൺ എടുത്തത്, പിന്നെ ഇങ്ങനെ ആയാലും. നാം ഓരോരുത്തരുടെയും അവസ്ഥ പറയാം. അധിക ജനങ്ങളും അശ്രദ്ധരാകുന്ന വിഷയം ഒഴിവ് സമയമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്ഹബിന്റെ ശാഫിഈ മദ്ഹബിന്റെ ഇമാമായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അദ്ദുനിയാ സാഅ ഫജ്അൽഹാ ത്വാഅ, ദുനിയാവെന്ന് പറഞ്ഞാൽ സമയമാണ്. ഫജ്അൽഹാ ത്വാഅ, അതിനെ നീ ഇബാദത്താക്കി മാറ്റണം, ആരാധനയാക്കി മാറ്റണം. എത്രേ നാം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വ്യത്യസ്തമായ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്, വ്യത്യസ്തമായ താല്പര്യക്കാരാണ്, വ്യത്യസ്ത മേഖലകളിൽ ഇടപെടുന്നവരാണ്. എങ്ങനെയാണ് നമ്മുടെ ഈ ഇടപെടലുകൾ, നാം ഈ നിലകൊള്ളുന്ന ഈ മേഖല എങ്ങനെയാണ് അത് ഉപകാരപ്പെടുത്തുക, എങ്ങനെയാണ് അത് ഇബാദത്താക്കി മാറ്റുക? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ക്രോഡീകരിച്ച് ഗ്രന്ഥമാക്കി മാറ്റിയ മുഹദ്ദിസീങ്ങൾ അധിക ഗ്രന്ഥങ്ങളിലും അധിക ഹദീസ് ഗ്രന്ഥങ്ങളിലും തുടക്കത്തിൽ കൊണ്ടുവന്ന ഹദീസുണ്ട്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിശ്ചയമായും അമലുകൾ സ്വീകരിക്കപ്പെടുന്നത്, പരിഗണിക്കപ്പെടുന്നത് ബിന്നിയാത്ത്, നിയ്യത്ത് കൊണ്ടാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുത്തൻ ഒരു അമൽ ചെയ്യുകയാണ്,
ആ അമല് കൊണ്ട് അവൻ സതുദ്ദേശമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ അമല് കൊണ്ട് അവൻക്ക് പുണ്യമുണ്ട്, പ്രതിഫലമുണ്ട്. എന്നാൽ ആ ഒരുത്തൻ തന്നെ ആ അമൽ ചെയ്യുന്നത് ദുശ്ചിന്തയോടുകൂടെയാണെങ്കിൽ ആ അമല് കൊണ്ട് അവൻക്ക് ശിക്ഷയുമുണ്ട്. ഇതാണ് നിയത്തിന്റെ പവർ. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ദിവസവും നമ്മൾ കുളിക്കുന്നവരാണ്. വെള്ളിയാഴ്ച ദിവസം കുളിക്കുമ്പോ, വെള്ളിയാഴ്ച ദിവസം സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന നിയത്തോടു കൂടെ കുളിക്കുകയാണെങ്കിൽ ആ കുളി ഒരു ഇബാദത്താണ്. അല്ലാതെ നിയത്തില്ലാതെ കുളിക്കുകയാണെങ്കിൽ അത് സാധാരണ ഒരു കുളിയാണ്. ഇതാണ് നിയത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരുപക്ഷെ നമ്മുടെ മക്കളിലാകാം, അതല്ലെങ്കിൽ അയൽവാസികളിലാകാം, അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലാകാം, അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലാകാം, അതല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കാര്യങ്ങളിലാകാം. ഏതെങ്കിലും ഒരു നിലക്കുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും സ്വാഭാവികമാണ്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെക്കാൾ പ്രയാസപ്പെട്ട ഹബീബായ തങ്ങളും അവിടുത്തെ അനുചര വൃന്ദം സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും അവരുടെ ജീവിതമാണ്. എന്നിട്ട് നമ്മുടെ ജീവിതം, നിലവിലുള്ള നമ്മുടെ അമൂല്യമായ സമയം, അത് ഏതൊക്കെ രീതിയിലാണെങ്കിലും അതൊക്കെ നമ്മൾ നല്ല നിയത്തോടുകൂടെ ഇബാദത്താക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോ സഹോദരങ്ങൾ ജോലിക്ക് ചെയ്യുകയാണെങ്കിൽ ജോലി ചെയ്യുന്നതിന് നല്ലൊരു നിയത്ത് വെക്കുക. അല്ലാഹുവേ, ഞാൻ ഈ ജോലി ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ശമ്പളം ഇതുകൊണ്ട് എന്റെ കുടുംബം നോക്കാനാണ്, എന്റെ കുട്ടികളെ ദീൻ പഠിപ്പിക്കാനാണ് എന്ന സദുദ്ദേശത്തോടു കൂടെയാണെങ്കിൽ അവൻ ചെയ്യുന്ന ഓരോ അമലിനും, ജോലിക്കും അതുകൊണ്ട് ആഖിറത്തിൽ പ്രതിഫലമുണ്ട്. സഹോദരിമാരുമ്മമാർ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുകയാണ്. അല്ലാഹുവേ, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്റെ കുടുംബത്തിന് ഭക്ഷിപ്പിക്കാനാണ്, അവർക്ക് ആരോഗ്യം ഉണ്ടാകാനാണ്. എന്തിനാ ആരോഗ്യം ഉണ്ടാകുന്നത്? നല്ല രീതിയിൽ ഖുശൂഅോടുകൂടെ ഇബാദത്ത് ചെയ്യാനാണ്, ആരാധിക്കാനാണ് എന്ന നിയത്തുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ അടുക്കളയിൽ എടുക്കുന്ന എല്ലാ പണികൾക്കും അതിലൂടെ പ്രതിഫലമുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം പറഞ്ഞത്, അദ്ദുനിയാ സഅ ഫജഅൽഹാ ത്വഅ. ദുനിയാവെന്ന് പറഞ്ഞാൽ അത് സമയമാണ്, അതിനെ നീ ഇബാദത്താക്കി മാറ്റണം എന്ന്. അതുകൊണ്ട് നമ്മുടെ ഈ മൂല്യമുള്ള സമയങ്ങൾ നല്ല നിയത്തോടുകൂടെ സദുദ്ദേശത്തോടുകൂടെ ഇബാദത്താക്കി മാറ്റുകയും തെറ്റിൽ നിന്ന് പരമാവധി വിട്ടുനിൽക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ മഹത്തായ സദസ്സ് സംഘടിപ്പിച്ച മദീന ജുമാ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. വിശിഷ്യ വേണ്ടി, ഈ സദസ്സിന് വേണ്ടി ഓടി നടന്നിരുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാർ, വിശിഷ്യ ഇവിടുത്തെ മദീന ജുമാ മസ്ജിദിന്റെ ചീഫ് ഇമാമായ അനസ് ബാഖവി ഉസ്താദ് വളരെ സൗമ്യതയോടുകൂടെ സ്നേഹത്തോടുകൂടെ നമ്മെ സമീപിക്കുന്ന സ്നേഹിതനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാലം ദീനിനെ ആഫിയത്തോടുകൂടെ പ്രബോധനം ചെയ്യാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ മുറാദുകളെല്ലാം പരിപൂർണമായും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളാണ്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ രോഗങ്ങൾക്കും പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഏത് പ്രതിസന്ധികളാണെങ്കിലും ദീൻ ഉദ്ദേശിച്ചുകൊണ്ട് ദീൻ പഠിക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്ന നിയത്തോടുകൂടെ നമ്മൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഇരുത്തത്തിനും വലിയ പ്രതിഫലമുണ്ട്. ആ നിയത്തോടുകൂടെ ഇരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജോലികളിൽ, നമ്മമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എന്റെ വ്യക്തിപരമായ പേരിലും കുമ്പങ്കൽ ഇസ്ലാമിക്കൽ ഷാഫി ജുമാ മസ്ജിദിന്റെ പേരിലും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.